ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ ഓടി വന്നതേ, ഞാനിപ്പം എണ്ണ കാച്ചുന്ന തിരക്കിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വന്നാൽ നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം പറയാം. ഞാൻ കുറേ ദിവസമായിട്ട് ഇടുക്കിയിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഇടുക്കിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത വീടിൻ്റെ അടുത്ത് ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, ഒരു ലേഡി ഡോക്ടറാണ്. അപ്പം എന്നോട് പറഞ്ഞു, രജനിയുടെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട് കേട്ടോ, എല്ലാം കൊള്ളാം കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കാച്ചെണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അമ്മ സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം കേട്ടോ, എനിക്കും കൂടെ 1 ലിറ്റർ ഇങ്ങ് കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ. അതിനിപ്പോൾ എന്താ, ഞാൻ കൊണ്ടുവരാമല്ലോ എന്നും പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അന്നേരം എന്നോട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, രജനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ഈ എണ്ണയുടെ കൂടെ ചെയ്തു കൊടുത്തോ, എല്ലാവർക്കും നല്ല രീതിയിലുള്ള കച്ചവടം കിട്ടും ഉറപ്പായിട്ടും എന്നോട് പറഞ്ഞതാണ്. ഇത് യാതൊരു വക കെമിക്കലും ഇല്ലാത്ത ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പം ഇതെല്ലാം കൂടെ ചിലപ്പോൾ എന്നെ കൊണ്ട് ചെയ്ത് നടക്കത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾ സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്നവർ ഇത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പം ഞാനിത് ഇങ്ങനെ നിങ്ങളുടെ അടുക്കൽ നേരിട്ട് വന്ന് പറയുന്നത്. ഇതിപ്പോൾ ഉണ്ടാക്കി കാണിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞങ്ങളുടെ ആരുടെ മുടിയൊന്നും നരച്ചിട്ടില്ല. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. 90 വയസ്സായി എൻ്റെ അമ്മച്ചിയുടെ മുടി ഒന്നും നരച്ചിട്ടില്ലായിരുന്നു. ഞാൻ നിങ്ങളെ അമ്മച്ചിയുടെ മുടി എല്ലാം ഇങ്ങനെ എല്ലാം കാണിച്ചൊക്കെ തന്നിട്ടുള്ളതല്ലേ. അപ്പോൾ അന്ന് തൊട്ടേ ആൾക്കാർ എന്നോട് പറയുന്നതാണ്, ചേച്ചി ഞങ്ങൾക്ക് ആ എണ്ണയൊന്നും ഉണ്ടാക്കി തരുമോ, ഞങ്ങൾക്ക് അത്രമേ അത്യാവശ്യമാണ് ചേച്ചി, ഒന്നും ഉണ്ടാക്കി താൻ പറഞ്ഞു. ഒരുപാട് പേരുടെ അഭ്യർത്ഥന മൂലമാകട്ടെ ഇപ്പം ഞങ്ങൾ ഈ എണ്ണ ഉണ്ടാക്കിയതും ഇത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കാൻ തുടങ്ങുന്നതും ഒരുപാട് ഓർഡർ എനിക്കുണ്ട്. ഇപ്പം നാരങ്ങാടെ അല്ലെങ്കിൽ എന്താ ഞാൻ പറയുന്നത്, ചെറിയൊരു സംരംഭം അച്ചാറിൻ്റെ ഉണ്ടായിരുന്നല്ലോ, അച്ചാറിനെ കഴിഞ്ഞും എല്ലാം എനിക്ക് ഓർഡർ വരുന്നത് ഈ എണ്ണയ്ക്കും അതുപോലെ തന്നെ ഷുഗറിനുള്ള പ്രത്യേക സൈസുള്ള ഒരു പ്രോട്ടീൻ പൗഡറിൻ്റെ കാര്യവും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് രണ്ടിനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നത്. കഴിഞ്ഞ ദിവസം ഷുഗറിനുള്ള പൊടി ഉണ്ടാക്കിയിട്ട് 50 കിലോയുടെയായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. 2 ദിവസം കൊണ്ട് 5 കിലോയൊക്കെയാണ് ആൾക്കാരുടെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചേക്കുന്നത്. ഈ 5 കിലോ വാങ്ങിച്ചവർ വീണ്ടും വന്ന് ഓർഡർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുക്കൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നേരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചാൽ. അങ്ങ് വലിച്ചു നീട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കും ഇത് ഇവർക്ക് ഇങ്ങനെ അങ്ങോട്ട് വ്യൂസ് കൂട്ടാൻ മരിച്ചിട്ട് ഒന്നുമല്ല. ഞാൻ ഇന്ന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മീശയൊക്കെ നരയ്ക്കുന്നവർ അല്ലേ, മീശ നരയ്ക്കുന്നവർ, മുടി നരയ്ക്കുന്നവരൊക്കെ ഇഷ്ടം ഒരു 30 വയസ്സൊന്നും വേണ്ടെന്നേ, അതിന് മുമ്പേ അങ്ങ് തുടങ്ങിക്കോളും. ചിലർക്കുണ്ടല്ലോ ഈ കെമിക്കൽ ചേർന്ന ഡൈ ഉപയോഗിച്ച് കഴിയുമ്പോൾ അലർജി ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട, അതായത് വെച്ചാൽ എൻ്റെ പെങ്കൊച്ചിൻ്റെ നാത്തൂൻ്റെ അപ്പന് ഈ ഡൈ അടിച്ചിട്ട്, പുള്ളി ഡൈ അടിക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് പുള്ളി ഒന്ന് ഡൈ അടിച്ചു. എൻ്റെ ദൈവമേ, പിറ്റേ ദിവസം ഞങ്ങൾ കല്യാണ സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പോൾ വന്നില്ല എൻ്റെ പൊന്നിൽ എൻ ചേച്ചി അപ്പഴേക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഡൈ അടിച്ചിട്ട് അലർജി ആയിപ്പോയി. ചെവിയുടെ ഭാഗവും ഇവിടവും എല്ലാം പൊള്ളി ഭയങ്കര പ്രശ്നമായിപ്പോയി. കാരണം ഞാൻ ഈ പറയുന്ന കാര്യം വീഡിയോ കേട്ടോണ്ടിരിക്കുമ്പോൾ അവർക്കും മനസ്സിലാകും. അപ്പോൾ അപ്പനെ ഇങ്ങനെ ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഈ ആയുർവേദ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, രജനി അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ വാങ്ങിക്കും, നല്ല രീതിയിൽ ഓടുമെന്ന് പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, വേറെ എന്താണെന്ന് വെച്ചാൽ എളുപ്പം നിങ്ങളോട് പറയാം. ദേ നമ്മുടെ പേരയിലയില്ലേ, നല്ല മൂത്ത പേരയില ആയിരിക്കണം. അതായത് കിളുന്ന ഇല ഇങ്ങനെ പോകുന്നത് എടുക്കരുത്, നല്ല മൂത്തത് അതും പറഞ്ഞ് പഴുത്ത ഇലയായിരിക്കരുത്. അത് ഒരു 6 or 7 ഇല എടുക്കുക, നന്നായിട്ട് ഇങ്ങനെ ചുക്കിലിയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി വൃത്തിയാക്കി കഴുകിയേച്ചും കഴിഞ്ഞേച്ചിട്ട് നിങ്ങളുടെ തലമുക്ക് മുഴുവനും ചേർക്കുന്നെങ്കിൽ അതനുസരിച്ചുള്ള ഇല എടുക്കണം. അതല്ല ഇങ്ങനെ ഈ ഫ്രണ്ട് ഭാഗം മാത്രമേ നരച്ചിട്ടുള്ളെങ്കിൽ അതിൻ്റെ അനുസരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തല മൊത്തത്തിലാണെങ്കിൽ 6, 7 ഇല എടുക്കുക, മൂത്തത് ഇല എടുക്കുക. അതിൻ്റെ അകത്തോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചേച്ചും കഴിഞ്ഞേച്ചിട്ട് ഇത് അടുപ്പയിലിരുന്ന് നന്നായിട്ട് തിള വരുമ്പോഴത്തേനും നമ്മൾ 7 ഇല എടുത്തെങ്കിൽ 3 സ്പൂണ് തേയിലയും കൂടെ കൂടിയിടുക. 3 സ്പൂൺ തേയില. അത് നമ്മൾ തേയില നോക്കി മേടിക്കുമ്പം കെമിക്കൽ അധികം ചേരാത്ത തേയില നിങ്ങൾ എടുക്കുക. എടുത്തേച്ചിട്ട് ഇത് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേനും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് പിച്ചി പറിച്ചൊക്കെ ഇതേ പിടിയിടാതെ ഇങ്ങനെ കീറി ഇങ്ങനെ പിച്ചി പറിച്ചിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട്, തല മൊത്തമാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമാക്കുക കേട്ടോ. എന്ന് വെച്ചിട്ട് ഇത് വാങ്ങി വെച്ച് നന്നായിട്ട് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, വേണ്ട ഇങ്ങനെ ഒരു ചെമ്പരത്തിപ്പൂ ഇല്ലേ, ചെമ്പരത്തിപ്പൂ നമ്മുടെ 5 തളം ചെമ്പരത്തി, അതിൻ്റെ അകത്തെ ഈ പൂമ്പൊടി ഉണ്ടല്ലോ നീണ്ടിരിക്കുന്നത്, അതും കളഞ്ഞ് ഈ ചോട്ടിലെ പച്ചപ്പ അതും പറിച്ച് കളയുക. എന്നുവെച്ചിട്ട്
കറിവേപ്പില എടുക്കുക. കറിവേപ്പില ഈ പറഞ്ഞവർക്ക് 8-10 തണ്ടെടുക്കുക. എന്ന് വെച്ചിട്ട് ഇതും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഊരുക. ഊരിയേച്ചും കഴിഞ്ഞിട്ട് ഈ ചെമ്പരത്തിപ്പൂവും കൂടെ ഒരു മിക്സിയിലോട്ട് ഇടുക. ഇട്ടേച്ചും കഴിഞ്ഞിട്ട് ആ കൂടെ നീലയമരി നിങ്ങൾ കാണുന്നുണ്ടോ? നീലയമരിയുടെ പൊടിയെ നിങ്ങൾ തല മൊത്തമാ തേക്കുന്നെങ്കിൽ ആ അളവിനെടുക്കുക. 2 സ്പൂൺ നീലയമരി പൊടി ഇടുക. പിന്നെ ഉണക്ക നെല്ലിക്കയുടെ പൊടി. ഇതേണ്ട ഞാനൊരു ഇച്ചിരി ഉണ്ടാക്കി നോക്കാം, നമ്മുടെ ഈ പറഞ്ഞ പെങ്കൊച്ചിൻ്റെ അപ്പയ്ക്ക് കൊടുക്കാൻ ഓർത്തോണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഉണക്ക നെല്ലിക്ക അല്ല ഞാൻ മേടിക്കുന്നത്. പക്ഷെ നീലയമരി നമുക്ക് പച്ച കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു പാക്കറ്റ് ഇതുപോലെ നീലയമരി മേടിച്ചത്. ഞാൻ നെല്ലിക്ക ഇപ്പം വാങ്ങിച്ചു വെച്ചേക്കുവാണ്, ഒരു 6 കിലോ നെല്ലിക്ക. ഇപ്പം അവിടെ ഇരുന്ന എല്ലാവരും റെഡിയാക്കുന്നുണ്ട്, അരിയുന്നുണ്ട് വെയിലത്ത് വെക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പച്ചനെല്ലിക്ക നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അങ്ങാടിപ്പെട്ടിയിൽ നിന്ന് ഉണക്ക നെല്ലിക്ക മേടിച്ച് പൊടിച്ചെടുക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു. പക്ഷേ എനിക്കത് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ നെല്ലിക്ക മേടിച്ചത് ഒരു 3-4 ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പം ഞാനിത് തന്നെ ആണെങ്കിൽ മിക്സിയിലിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കും. പൊടിച്ച് കഴിയുമ്പം നമ്മൾ തല മുഴുവനും ആ തേക്കുന്നെങ്കിൽ ആ അളവ് അനുസരിച്ചെടുത്തോണം. ഇപ്പം ഞാൻ ഈ പറയുന്ന അളവ് കൂട്ടരുത്. 2 സ്പൂൺ നീലയമരി പൊടിക്ക് 2 സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ. അത് നമ്മൾ ഈ മിക്സിയിലോട്ട് നമ്മൾ കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിലോട്ട് തന്നെ ഇതും കൂടി ഇടുക. എന്നിട്ട് നമ്മൾ ആദ്യമേ പേരയിലയും തേയിലയും കൂടെ തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ടല്ലോ ചൂടാറാനായിട്ട്, അതും കൂടെ ഇട്ട് നന്നായിട്ട് അരയ്ക്കുക. നല്ല വെണ്ണ പോലെ അരഞ്ഞു വെച്ചേച്ചും കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം. നമുക്കറിയാലോ ഒരു ചെറിയൊരു ലൂസ് വേണമല്ലോ ഇങ്ങനെ, ആ ലൂസിൽ നിങ്ങളങ്ങ് വെച്ചേക്കുക. എന്ന് വെച്ചിട്ട് ഈ അരയ്ക്കുന്ന മിക്സിയിൽ നിന്ന് എപ്പോഴും ഞാൻ പറയാം, അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ പാത്രം നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതുപോലെ ഇത് കണ്ടോണേ, ഒരു ഇരുമ്പിൻ്റെ ഇത് കണ്ടോ, ഒരു ചട്ടി എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഈ മിക്സിയിൽ നിന്ന് ഇതെങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അങ്ങ് മൂടി വെച്ചേക്കണം. അന്ന് നിങ്ങൾ ഉപയോഗിക്കരുത്. പിറ്റേ ദിവസം ഇതെടുക്കുക. ഒരു രാത്രി മുഴുവനും ഇതങ്ങ് മൂടി അങ്ങ് വെച്ചേക്കണം. പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തലയിൽ ബ്രഷ് കൊണ്ടോ അല്ലെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് തേക്കാം. ഉറപ്പായിട്ടും പറയാം, യാതൊരു വക അലർജിയും ഉണ്ടാകത്തില്ല നിങ്ങൾക്ക്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഒരുപാട് പേര് പറയുന്നവർക്ക് ആ ആയുർവേദ ഡോക്ടർ എന്നോട് പറഞ്ഞതാ, ഇത് ഒരു പ്രാവശ്യം തേച്ചാൽ പിന്നെ ജീവിതത്തിൽ മുടി നരയ്ക്കത്തില്ലെന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കല്ലേ ദൈവത്തെ ഓർത്ത്. എന്നാന്ന് ചോദിച്ചാൽ ഈ മുടിയുടെ അറ്റമല്ല നമുക്ക് വളരുന്നത്. മുടി എപ്പോഴും നമ്മുടെ ഈ തലയോട്ടിയിലെ സ്കിന്നിനോട് ഇവിടുന്നാ പറയുന്നത്. അപ്പൊ ഈ വളർന്നു വരുമ്പോൾ എന്തായാലും നമുക്ക് നര പൊങ്ങി വരും. അതുപോലെ തന്നെയാണ് ഏതെണ്ണ തേച്ചെന്ന് പറഞ്ഞാലും നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കറുത്ത് നിൽക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഉള്ളിന്ന് കയറി വരുന്ന മുടിക്ക് എപ്പോഴും നരവുണ്ടാവും. കാരണം ഇത് സ്കിന്നിൻ്റെ അകത്തോട്ട് തലയോട്ടിലോട്ട് ഇറങ്ങി പോണ ഒരു സാധനമല്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം തേച്ചാൽ മതി, യാതൊരു സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തോളൂ. നെല്ലിക്ക എപ്പോഴും ഞാൻ വീണ്ടും പറയും, നിങ്ങൾ മേടിച്ച ചാലം ഉണങ്ങി വെച്ചോ ഈ വെയിലത്ത്, വലിയ വിലയൊന്നും ഇല്ലെന്നേ. അപ്പം നമുക്ക് എണ്ണ റെഡി ആയിട്ടുണ്ട്, അമ്മച്ചി സ്പെഷ്യൽ എണ്ണ റെഡി ആയിട്ടുണ്ട്. പിന്നെ റെഡി ആയേക്കുന്ന ഷുഗറിനുള്ള സൂപ്പർ ഫുഡും റെഡി ആയിട്ടുണ്ട്, ഓർഡർ വന്നിട്ടുണ്ട്. ഇപ്പം വീണ്ടും അടുത്തത് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വേണ്ടവർ നിങ്ങൾക്ക് ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു തരാം. ഇപ്പം 94 46 42 0079 ഈ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുവോ അതല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ. ഓക്കെ.